അവൻ്റെ സാമർത്ഥ്യം ഏവരെയും അതിശയിപ്പിച്ചു. സാമർത്ഥ്യം എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? നാമം, ക്രിയ, കൃത്ത്, തദ്ധിതം. അവൻ്റെ സാമർത്ഥ്യം ഏവരെയും അതിശയിപ്പിച്ചു. സാമർത്ഥ്യം എന്ന പദം, ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സാമർത്ഥ്യം എന്ന പദം തദ്ധിതം എന്ന വിഭാഗത്തിലാണ് സാമർത്ഥ്യം എന്ന പദം വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ താമര എന്ന് അർത്ഥം വരാത്ത പദം: ജലഭം, അംബുജം, വാരിജം, ജലജം. താമര എന്ന് അർത്ഥം വരാത്ത പദം, ഉത്തരം ഓപ്ഷൻ എ ആണ്, ജലഭം. അംബുജം, വാരിജം, ജലജം എന്നൊക്കെ പറഞ്ഞാൽ താമര തന്നെയാണ് അർത്ഥം. ആനമക്കാർ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പൂപ്പാക്കൊരാനുണ്ടായിരുന്നു, മതിലുകൾ. ആനമക്കാർ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, എൻ്റെ ഉപ്പൂപ്പാക്കൊരാനുണ്ടായിരുന്നു. ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത സാഹിത്യകാരൻ ആര്? തകഴി ശിവശങ്കരപിള്ള, മലയാറ്റൂർ രാമകൃഷ്ണൻ, SK പൊറ്റക്കാട്, MT വാസുദേവൻ നായർ. താഴെ തന്നിരിക്കുന്നവയിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത സാഹിത്യകാരൻ ആരാണെന്ന് ചോദിച്ചിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മലയാറ്റൂർ രാമകൃഷ്ണൻ. തകഴിക്കും പൊറ്റക്കാടിനും MT വാസുദേവൻ നായരിനും ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട്. സ്വർണവർണ്ണ മരയന്നം ഈ പദത്തിൻ്റെ ശരിയായ വിഗ്രഹരൂപം ഏത്? സ്വർണവർണ്ണ മരയന്നം ഈ പദത്തിൻ്റെ ശരിയായ വിഗ്രഹരൂപം ഏത്? സ്വർണത്തിൻ്റെ വർണ്ണമുള്ള അരയന്നം, സ്വർണമാകുന്ന വർണ്ണമുള്ള അരയന്നം, സ്വർണവും വർണ്ണവുമുള്ള അരയന്നം, സ്വർണത്തേക്കാൾ വർണ്ണമുള്ള അരയന്നം. ഉത്തരം ഓപ്ഷൻ എ ആണ്, സ്വർണത്തിൻ്റെ വർണ്ണമുള്ള അരയന്നം. അതാണ് സ്വർണവർണ്ണ അരയന്നം. ഗേൾസ് ഈറ്റ് ഐസ്ക്രീം ഈ വാക്യത്തിൻ്റെ ഏറ്റവും ഉചിതമായ തർജ്ജമ ഏത്? പെൺകുട്ടികൾ ഐസ്ക്രീം തിന്നു, പെൺകുട്ടികൾ ഐസ്ക്രീം തിന്നും, പെൺകുട്ടികൾ ഐസ്ക്രീം തിന്നുന്നു, പെൺകുട്ടികളാണ് ഐസ്ക്രീം തിന്നുന്നത്. ഗേൾസ് ഈറ്റ് ഐസ്ക്രീം. ഇതിൻ്റെ ശരിയായ തർജ്ജമ, ഉത്തരം ഓപ്ഷൻ സി ആണ്, പെൺകുട്ടികൾ ഐസ്ക്രീം തിന്നുന്നു. ഗേൾസ് ഈറ്റ് ഐസ്ക്രീം, അതിൻ്റെ തർജ്ജമ പെൺകുട്ടികൾ ഐസ്ക്രീം തിന്നുന്നു. മഹാഭാരതം എന്ന ഇതിഹാസ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് വ്യാസനാണ്. വാക്യത്തിലെ തെറ്റായ പദം ഏത്? മഹാഭാരതം എന്ന ഇതിഹാസ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് വ്യാസനാണ്. ഈ വാക്യത്തിലെ തെറ്റായ പദം ഏത്? വ്യാസൻ, ഗ്രന്ഥം, രചയിതാവ്, മഹാഭാരതം. ഇതിലെ തെറ്റ് എന്നുള്ളത് ഗ്രന്ഥമാണ്. ഗ്രന്ഥം എന്ന് എഴുതുമ്പോൾ ഓപ്ഷൻ ബി ആണ് തെറ്റ്. ഗ്രന്ഥം എന്ന് എഴുതുമ്പോൾ ഇങ്ങനെയല്ല എഴുതുക. ഓക്കെ, ഗ്രന്ഥം എന്നുള്ളത് ഇതുപോലെയാണ് എഴുതുക. ഓക്കെ. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? മയ്യഴിയുടെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ആനന്ദ്, VKN, കോവിലൻ, M മുകുന്ദൻ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, M മുകുന്ദൻ. M മുകുന്ദനാണ് മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം: സ്മോക്കിംഗ് ഈസ് ബാഡ് ഫോർ ഹെൽത്ത്, സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്, സ്മോക്കിംഗ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്, സ്മോക്കിംഗ് ഈസ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം ഓപ്ഷൻ ബി ആണ്, സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. അത്യന്തം എന്ന പദം പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ ബി ആണ്, അതി പ്ലസ് അന്തം. അത്യന്തം, അതി പ്ലസ് അന്തം.